നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രശ്നം ഉണ്ടാക്കുന്നവരെ ഒതുക്കാൻ മന്ത്രിക്ക് ഒരു 10 ഇട്ട് കൊടുക്കേണ്ടി വരും. അയാൾക്ക് ഏട്ടത്തിയോട് ചോദിക്കാൻ ഒരു മടി കാണും. നമ്മൾ അറിഞ്ഞങ്ങ് ചെയ്യുക. അല്ലെ 10 പറഞ്ഞ 10 കോടി. 10 കോടിയോ? എന്റെ നാവിന് ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ. നാവിനും ഇല്ല, എനിക്കുമില്ല. ലേണേഴ്സ് എങ്കിലും എടുപ്പിക്കണം എന്നുള്ള വാശിയില് നിന്റെ കൊച്ചമ്മ അടക്കം കുറെ ശ്രമിച്ചതാ. ഒരു ചുക്കും നടന്നില്ല. ഇനി ഇവിടെ പലതും നടക്കും. എന്റെ വഴികളിൽ നീ നിന്റെ മാർഗം കളിയായിട്ടെങ്ങാനും വന്ന സുസ്മിത ആരാണെന്ന് നീ അറിയും. ശാലിനിയുടെ വാക്കും കേട്ട് എന്റെ വണ്ടിയിൽ ഞാൻ മയക്കുമരുന്ന് തിരികെ വെച്ചിട്ടുണ്ടെന്ന് പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തത് നീയല്ലേ? ഇനി അങ്ങനെ വല്ലതും ഉണ്ടായാ പുന്നാര സേവകമോളെ, നിന്റെ ഈ സേവന പാരമ്പര്യം ഞാനങ്ങ് നിർത്തിക്കളയും. ചുമ്മാ അങ്ങ് തേച്ചൊട്ടിക്ക് ഞാൻ ഭിത്തിയില് പടവാക്കി ചുമരിൽ തൂക്കുമെന്ന് മനസ്സിലായോ? എന്താനു ഇവളിവിടെ വല്ല നിവേദനം ഏൽപ്പിക്കാൻ വന്നതാണോ? എന്റെ കയ്യിൽ നിന്ന് നിവേദനം കിട്ടിയിട്ട് നീ അതിന് പരിഹാരം കാണില്ല. ഞാൻ നിവേദനം തരുന്ന ആളല്ല, ക്രൂരമായ വേദന തരുന്ന ആളാണെന്ന് ഇവളെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഈ മുതലിനത് മനസ്സിലായി. ഇനി കൊച്ചമ്മയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി നല്ല വ്യക്തമായ ഭാഷയിൽ ഞാൻ പറയാം. ഇനി എന്റെ പിന്നാലെ ഇവളെ ചൊറിയാൻ വിട്ടാ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അതൊന്ന് ഓർമ്മിച്ചാ നിനക്ക് നല്ലത്. ഇത് കളക്ട്രേറ്റാ, എന്റെ സാമ്രാജ്യം. ഞാനൊന്ന് കൈ ഞൊടിച്ച നീ അകത്ത. നീ പറയുന്ന അകം സെൻട്രൽ ജയിലല്ലേ? അവിടുത്തെ കൊതുകൾക്ക് വരെ എന്നെ പേടിയാ. പിന്നെ കുറച്ചധികം നാളൊന്നും എന്നെ പിടിച്ചകത്തിടാൻ പറ്റിയ ഇരുമ്പഴികളൊന്നും അവിടെ ഇല്ല. ഇതൊക്കെ ഞാൻ നല്ല വ്യക്തമാക്കി തന്നതല്ലേ ശാലിനി? ഞാൻ ഇതിനു മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാമ്പിന്റെ പകയാ. അങ്ങനെയുള്ളവരുടെ അടുത്ത് നേർക്ക് നേരെ വരരുത്. വന്നാൽ പുക കണ്ടേ ഞാൻ അടങ്ങും. അതിപ്പോ നിന്റെയാണോ അതോ നിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുടെ ആണോന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഞാനേ തീരുമാനിക്കൂ. അതിവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ ചെറിയൊരു ഡോസ് കൊടുത്തിട്ടുണ്ട്, ഒരു 10 മില്ലി. അതിൽ നിന്നില്ലെങ്കിൽ ഇനി വരുന്നത് ഇരട്ടിയായിട്ടായിരിക്കും. അതിനിട വരുത്തരുത്, കേട്ടോടി? അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മാഡം എന്താ അവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാത്ത? അങ്ങനെയൊന്നും ഒതുങ്ങുന്നവളല്ല ഈ സുസ്മിത. ഇവളെ പൂട്ടാനുള്ള വിലങ്ങ് നമ്മുടെ കയ്യിലില്ല. അപ്പൊ അവള് പറഞ്ഞതൊക്കെ ചെയ്യും. പറയുന്നത് ചെയ്ത് ശീലമുള്ളവളാ അവള്. വെറും വാക്ക് പറയില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അവളെ പൂട്ടാൻ കേരള പോലീസിന്റെ വിലങ്ങല്ല വേണ്ടത്. നല്ല കുരുക്ക, നല്ല ഇടംപിരി കയറിൽ തീർത്ത കുരുക്ക്.
അങ്ങോട്ട് കൊടുക്ക്. സർ, ഞാൻ ഒരല്പം മുമ്പല്ലേ കുടിച്ചത്. എപ്പോഴെപ്പോഴും ചായ കുടിച്ചാ എനിക്ക് വേണ്ട. പൊന്നി എന്നാ ഇങ്ങോട്ട് തന്നെ, ഞാൻ കുടിച്ചോളാം. ഈ കണ്ണുകണി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊരു വലിയ സംഭവം തന്നെ. ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതും ഈ കണ്ണുകണി തന്നെയാ. അല്ല ഉപേന്ദ്ര, ഇത് നമ്മുടെ ബിസിനസിനെ വല്ലതും ബാധിക്കുവോ? ഏയ്, ഇതിപ്പോ ചില കുലം കുത്തികള് നമുക്ക് ഇത്രയും ലാഭം കിട്ടുമെന്ന് അറിഞ്ഞപ്പോ ഇരിക്കപ്പുറത്ത് ഇല്ലാഞ്ഞിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെന്നേ. ഒന്നാമത് കോടികളുടെ സംഖ്യ പേപ്പറിൽ എഴുതുമ്പോ തന്നെ ബോധം പോകുന്ന ആൾക്കാരുടെ നാടാ നമ്മുടേത്. അപ്പൊ പിന്നെ അത്രയും തുക അക്കൗണ്ടിലേക്ക് വരുമെന്നറിയുമ്പോ പിന്നെ അവർക്കപ്പോ ഉറക്കം ഉണ്ടാവൂ? എടാ, വന്ന പ്രശ്നത്തിന്റെ മഹാത്മ്യം പറയാതെ അതെങ്ങനെ പരിഹരിക്കാന്ന് പറ. അതിനല്ലേ നിന്നെ ഇപ്പൊ വിളിച്ചു വെച്ചേ ഇങ്ങോട്ട്. പ്രശ്നം ഉണ്ടാക്കുന്നവരെ ഒതുക്കാൻ മന്ത്രിക്ക് ഒരു 10 ഇട്ട് കൊടുക്കേണ്ടി വരും. അയാൾക്ക് ഏട്ടത്തിയോട് ചോദിക്കാൻ ഒരു മടി കാണും. നമ്മൾ അറിഞ്ഞങ്ങ് ചെയ്യുക. അല്ലെ 10 പറഞ്ഞ 10 കോടി. 10 കോടിയോ? അല്ല അല്ല അച്ഛാ, ഈ 10 പറഞ്ഞാൽ നമുക്കൊരു 5 കൊടുക്കണം. അല്ല, ഇനിയിപ്പോ 10 കൊടുത്താലും അതൊരിക്കലും നഷ്ടക്കച്ചവടം ആവില്ല. കാരണം 200 കോടിയുടെ മുതലാ ഈ 10 കൊടുത്തിട്ട് നമ്മൾ വെട്ടിയെടുക്കുന്നത്. അത് ഇരട്ടിയല്ല, ഇരട്ടിയുടെ ഇരട്ടി, അതിലും ഇരട്ടി. അല്ല പിന്നെ ആർക്കൊക്കെ കൊടുക്കേണ്ടി വരും ഇതൊന്നും നേരായ വഴിക്ക് പോകാനായിട്ട്? ഉള്ളത് പറയാമല്ലോ, 1, 2, 3 ഒക്കെ ആയിട്ട് ഒരു 5 കൂടി പലർക്കായിട്ട് കൊടുക്കേണ്ടി വരും. കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാനാ ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് താമസം വരും. താമസം വന്നാൽ റിട്ടേൺ വരുന്ന ലാഭത്തിനും താമസം വരും. അതുകൊണ്ട് പിടിച്ച പിടിയാലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ചുരുക്കി പറഞ്ഞ ഒരു 15 കോടി കൂടെ എത്രയും പെട്ടെന്ന് ഇറക്കേണ്ടി വരും അല്ലേ? അല്ല, എന്താ ശ്രീമതി ഒന്നും പറയാത്തെ? ഇതിനെന്ത് വഴിയാ നീ കണ്ടേക്കുന്നേ? എന്തെങ്കിലും വഴി കാണണമല്ലോ. അതിനെന്ത് വഴിയുള്ളതെന്നാ ഞാൻ ചോദിക്കുന്നതേ. ഇതിപ്പം ഇങ്ങനൊരു തടസ്സം പെട്ടെന്നുണ്ടാകുന്ന ആരും ഓർത്തില്ലല്ലോ. പെട്ടെന്ന് 15 കോടിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണം. ഇല്ലെങ്കിലേ ഈ താമസിക്കുന്ന കുടുംബം സർക്കാർ കൊണ്ടുപോകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.